സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അമ്മായി മറിഞ്ഞു നിന്ന് കേട്ട കാര്യങ്ങളെല്ലാം കൺമണി വരുമ്പോൾ കൺമണിയോട് പറഞ്ഞു കൊടുക്കുന്നു. മാല മോഷ്ടിച്ചത് മറ്റാരുമല്ല, ധനലക്ഷ്മിയാ. അവൾ അവളുടെ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ മോളെ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു അമ്മായി, ഏട്ടത്തി ആയിരിക്കും ആ മാല മോഷണത്തിന് പിന്നിൽ നിന്ന്. കാരണം ബലരാമേട്ട എനിക്ക് ആ മാല സമ്മാനിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴേ ഏട്ടത്തിയുടെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കം ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരുടെയും മേൽ ആ കുറ്റം ചാർത്താനായിട്ട് നടന്ന അവരുടെ വെപ്രാളം നമുക്കൊന്ന് പൊളിച്ചു കൊടുക്കണം. അതിന് നമ്മൾ എന്ത് വേണം മോളെ? പോലീസിനെ അറിയിച്ചാലോ? പോലീസും കേസും ഒന്നും വേണ്ടമ്മായി. നമുക്കല്ലാതെ തന്നെ അവർക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കാം. പക്ഷേ അമ്മായി എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്നാൽ മതി. മോള് പറയുന്ന എന്ത് ചെയ്യാനും ഈ അമ്മായി തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മുടെ അമ്മായിയും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം കൺമണിയുടെ പ്ലാൻ പ്രകാരം ഫസ്റ്റ് ഏട്ടത്തി അറിയാതെ തന്നെ ഏട്ടത്തിയുടെ ഫോൺ എങ്ങനെയെങ്കിലും കൈക്കലാക്കി കൊണ്ടുവരണം. അതിന് തക്കം പാർത്ത് നിൽക്കുന്ന അമ്മായി ധനലക്ഷ്മി ആണെങ്കിൽ അരിയിലെ നെല്ല് പറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടേബിളിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഫോൺ ധനലക്ഷ്മി പോലും അറിയാതെ സാരിയിട്ട് ടേബിൾ തുടയ്ക്കുന്നത് പോലെ കാണിച്ച് അമ്മായി ആണെങ്കിൽ ആ ഫോൺ അങ്ങ് മുക്കുന്നു. അതിന് ശേഷം വന്ന് ധനലക്ഷ്മിയുടെ അമ്മയെ തന്നെ വിളിക്കുന്നു. അപ്പോൾ അമ്മയല്ലേ ആള്, എന്താ മോളെ ആരുടെയെങ്കിലും മോള് മാല മോഷ്ടിച്ച കുറ്റം ചാർത്തി കൊടുത്തോ എന്ന് ചോദിക്കുമ്പം അമ്മായി ആണെങ്കിൽ സങ്കടവും അതുപോലെ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അമ്മായി ആണെങ്കിൽ ഒരു മിമിക്രി ആക്ടിംഗ് ഒക്കെ നടത്തി ധനലക്ഷ്മി അമ്മയെ വിളിക്കുന്നത് പോലെയൊക്കെ കാണിച്ച് എങ്ങനെയൊക്കെയോ ധനലക്ഷ്മിയുടെ അമ്മയെ വീട്ടിലേക്ക് വരുത്തിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്ലാൻ സക്സസ് ആയെന്നുള്ള സന്തോഷം കൺമണിയും അമ്മായിയും കാണിക്കുന്നു. മാത്രമല്ല കൺമണിയും അമ്മായിയും ഒരു കാര്യം ഉറപ്പിക്കുന്നു, അതായത് നമ്മുടെ ധനലക്ഷ്മി ഏട്ടത്തിക്കും അമ്മയ്ക്കും നല്ലൊരു ട്രീറ്റ് കൊടുക്കണം. ഈ മാല മോഷ്ടിച്ചതിന് പിന്നിൽ ധനലക്ഷ്മിയാണെന്നുള്ള കാര്യം അധികം താമസിക്കാതെ കൺമണിയും നമ്മുടെ അമ്മായിയും വെളിച്ചത്ത് കൊണ്ടുവരും. ഇതിൻ്റെ ഇടയ്ക്ക് ആ 51 പവൻ്റെ സ്വർണവും മുക്കുപണ്ടമായിരുന്നെന്നുള്ള കാര്യം തെളിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഏറ്റവും ഉപകാരമായേനെ. കാരണം 51 പവൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് തവണ ശ്രീനിവാസൻ്റെയും മനോജിൻ്റെയും ഒക്കെ വായടപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വായടപ്പിച്ചത് ഒരു മുക്കുപണ്ടം കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് നേടാൻ വേണ്ടിയായിരുന്നെന്നുള്ള സത്യം മനസ്സിലാക്കി തിരിച്ചവരൊക്കെ മറുപടി കൊടുക്കുക തന്നെ വേണം ധനലക്ഷ്മിക്ക്. അങ്ങനെയും കൂടി ഒരു എപ്പിസോഡ് വന്നിരുന്നെങ്കിൽ സന്തോഷമായേനെ. ഇതിനിടയ്ക്ക് നമ്മുടെ വരുണാണെങ്കിൽ ഇതെൻ്റെ അഭിമാന വിഷയമാണ്, അതുകൊണ്ട് നമ്മൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കണമെന്നൊക്കെ അച്ഛനോട് പറയുന്നത് കാണിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാകുമല്ലേ. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ധനലക്ഷ്മി കൂടെ അമ്മയും കൂടി പൊരിച്ചു വറക്കും നമ്മുടെ കൺമണിയും അമ്മായിയും കൂടി ചേർന്ന് ഈ വീട്ടിലെ ചിലരുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളതാണ് മോഷണം എന്ന് പറഞ്ഞ് കളിയാക്കിയ ധനലക്ഷ്മിക്ക് ഉരുളയ്ക്കുപ്പേരി പോലെ അമ്മായി നാളെ മറുപടി കൊടുക്കുന്ന ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം.